മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് 10,000-ങ്ങൾ. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. ചാവക്കാട് ഒരുമനയൂർ ദേശീയപാത ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് കരാറായി. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തി. ഇരുകൊമ്പന്മാർക്കും പരിക്ക്. ജില്ലയിൽ 2 ഇടങ്ങളിൽ ഉണ്ടായ വാഹനാപകടങ്ങളിൽ 2 മരണം. തളിക്കുളത്ത് ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മാള അഷ്ടമിച്ചെറിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പഴയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ. കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലെ വീടുകൾ ചോർന്നൊലിക്കുന്നു. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാടുപിടിച്ച പവർലൂം വളപ്പിന്റെ ശാപമോക്ഷം. സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായിരുന്ന പറമ്പ് കളിക്കളമാക്കി മാറ്റി പ്രദേശവാസികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. VS അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പ്രിയ നേതാവിന് തലസ്ഥാന നഗരി വിട നൽകി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ 10,000-ങ്ങളാണ് പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഗവർണർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9-ന് ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനം 2 മണിയോടെയാണ് അവസാനിച്ചത്. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് VSന്റെ മൃതദേഹം ഹാളിന് പുറത്തേക്ക് എത്തിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും. തൃശൂരിന്റെ സമരപഥങ്ങളിൽ എന്നും ആവേശമായിരുന്നു VS. ജില്ലയിലെ ജനകീയ പരിസ്ഥിതി വിഷയങ്ങളിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. വിദ്യാർത്ഥി യുവജന തൊഴിലാളി സമരങ്ങളിൽ ജില്ല ഇളകിമറിയുമ്പോൾ VS അച്യുതാനന്ദൻ ഓടിയെത്തുമായിരുന്നു. 1970-കളിൽ മുക്കാട്ടുകര നെല്ലങ്കര പ്രദേശത്തെ കർഷക തൊഴിലാളി സമരഭൂമിയിൽ VS എത്തിയതോടെയാണ് സമരം ഒത്തുതീർപ്പായത്. 82-ൽ ഡിവൈഎഫ്ഐയുടെ കളക്ടറേറ്റ് മാർച്ചിന് നേരെ പോലീസ് വെടിവയ്പും ലാത്തിചാർജും നടത്തിയപ്പോൾ VS അച്യുതാനന്ദന്റെ സാന്നിധ്യമാണ് പ്രവർത്തകർക്ക് ആശ്വാസമായത്. 2002-ൽ തൃശൂരിൽ ചെത്തുതൊഴിലാളികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായപ്പോൾ മർദ്ദനമേറ്റവരെ ആശുപത്രിയിലും ജയിലിലും സന്ദർശിച്ച് VS ലാത്തിചാർജിന്റെ യഥാർത്ഥ ചിത്രം പൊതുസമൂഹത്തെ അറിയിച്ചു. കാർഷിക സർവകലാശാല VCക്കെതിരെ നടന്ന സമരത്തിനും ആവേശം പകർന്നത് ഈ ജനനേതാവിന്റെ വാക്കുകൾ തന്നെ. തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അറിഞ്ഞയുടനെ VS ആ വീട്ടിലെത്തി. പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തി. ജില്ലയിലെ പരിസ്ഥിതി ജനകീയ സമരങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കാണാം. ചൊവ്വൂരിൽ സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള ആസിഡ് ഭീഷണിക്കെതിരായ സമരത്തിലും പുത്തൂർ കൈനൂരിലെ പന്നി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യ പ്രശ്നത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിനും VS കരുത്തേകി. ജില്ലയിലെ വികസന രംഗത്തും ആ ഭരണാധികാരിയുടെ കയ്യൊപ്പ് കാണാം. മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കിയതും പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് തുടക്കമിട്ടതുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. ഇങ്ങനെ തൃശൂരിന്റെ സമരപഥങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും വികസന രംഗത്തും എന്നും നിരന്തര സാന്നിധ്യമായ നേതാവിനെയാണ് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് TCV. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു VS ഉണ്ട് ചന്ദ്രാപിന്നിയിൽ. ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ 3.5 വയസ്സുകാരൻ VS അച്യുതനാണ് ആ ജൂനിയർ VS ജനിച്ച ഒക്ടോബർ 20-ന് തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം. കുഞ്ഞിനെന്ത് പേരിടുമെന്ന ചർച്ചകളിൽ അമ്പിളിയുടെ മകൾ ഐഷ മുന്നോട്ട് വെച്ച ഒരേയൊരു നിബന്ധന പേര് മലയാളിത്തം നിറഞ്ഞതായിരിക്കണം എന്നതായിരുന്നു. ഒടുവിൽ അച്യുതൻ എന്നാകാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പേര് എന്ത് ഇടണം എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ എൻ്റെ മകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഒരു പേരിനൊരു മലയാളിത്തം വേണമെന്നാണ് അവൾ പറഞ്ഞത്. വേലം പറമ്പിൽ എന്നാണ് അവരുടെ വീട്ടുപേര്. ശ്യാംകുമാർ VS അച്യുതനായി 100 വർഷം തികഞ്ഞ പിറന്നാളിൻ്റെ ഒരു ആശംസ പത്രങ്ങൾ കണ്ടപ്പോൾ അതിൽ ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കണ്ടത് VSൻ്റെ.
അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ധീരനായ പോരാളിയാണ് VS-ൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ പേരിനോട് ആ ജന്മത്തിനോടൊക്കെ സാമ്യമുണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം അഭിമാനമാണ് നമുക്ക് ഉള്ളത്. തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിന്റെ ആദ്യ അക്ഷരമായ എസും വീട്ടുപേരായ വേലംപറമ്പിലും കൂടി ചേർത്തപ്പോൾ അച്യുതന്റെ ഇനീഷ്യൽ അങ്ങനെ VS അച്യുതനായി. TCV കയ്പമംഗലം. അശരണർക്ക് എന്നും അത്താണിയായിരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് NK അക്ബർ MLA അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ നാൾവഴികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ആവേശവും മാതൃകയുമാണെന്നും MLA പറഞ്ഞു. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. സഖാവ് VS അച്യുതാനന്ദൻ CPIM-ന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകളിൽ ഒരാളാണ്. 1964 വലതുപക്ഷ വ്യതിയാനങ്ങൾക്കെതിരായി ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിക്കാൻ തീരുമാനിച്ച ആളുകളിൽ ഒരാൾ. എവിടെയൊക്കെ നിന്ദിതരും പ്രയാസപ്പെടുന്നവരും അതുപോലെ തന്നെ ഭരണവർഗങ്ങളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും തെറ്റായ നയങ്ങളുമെല്ലാം നിലനിന്നിരുന്നു, അവിടെയെല്ലാം ഓടിയെത്തിയ സഖാവ് VS. സഖാവ് AKGക്ക് ശേഷം കേരളം കണ്ട സമര നേതൃത്വമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, തെറ്റായ നയങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഒരു കോംപ്രമൈസിങ്ങിനും VS സന്നദ്ധമായിരുന്നില്ല. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിന്ന പുന്നപ്ര വയലാർ സമരനായകൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം എല്ലാമായിരുന്ന സഖാവ് VS-ന്റെ ജ്വലിക്കുന്ന സ്മരണകളാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്കെല്ലാം ആവേശം നൽകുന്നത്, മാതൃകയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു, ചെങ്കൊടി താഴ്ത്തുന്നു, ശിരസ് നമിക്കുന്നു. സ്നേഹം ഒഴുകുന്ന കടല് പോലെയാണ് VS-ന്റെ മനസ്സെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ. കുടുംബവുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെന്നും T ശശിധരൻ അനുസ്മരിച്ചു. VS-മായിട്ടുള്ള ഒരു 3 പതിറ്റാണ്ടുള്ള ബന്ധമാണ്. DYFIയുടെ മാള ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് മുതലുള്ള വളരെ അകന്നുള്ള അടുപ്പം, പിന്നീട് ജില്ലാ സെക്രട്ടറിയായി അതിനുശേഷമുള്ള കുറേശ്ശെ അടുത്തടുത്ത് വരുന്ന അടുപ്പം, പിന്നീട് UFI സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള അടുപ്പം, ഈ എല്ലാ അടുപ്പങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു മനുഷ്യരെന്ന് പറയുന്നത് ചെത്തിമിനുക്കി എടുത്ത ഭാഷകളോ ചതുരവടിവിലുള്ള പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ സാധാരണ ഒരു തിരുവിതാംകൂറുകാരൻ. ആ തിരുവിതാംകൂറുകാരൻ്റെ ഇഷ്ടവും ദേഷ്യവും പരിവരുത്ത സമീപനം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ. പക്ഷെ വളരെ അടുത്തടുത്തടുത്ത് അറിയാൻ കഴിയുന്നതോടുകൂടി സ്നേഹം ഒഴുകുന്ന കടൽ പോലെയായിരുന്നു മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. സഹപ്രവർത്തകരോട്, കൂടെ താഴെയുള്ള സബ് ജൂനിയേഴ്സിനോട് ഉള്ളവരോടൊക്കെ കാണിക്കുന്ന കാരുണ്യവും നീതിനിഷ്ഠമായിട്ടുള്ള സമീപനവും ഇതാണ് VS-നെ ഓർത്തെടുക്കാൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധിയിൽ ഓർമ്മയും അനങ്ങാനും കഴിഞ്ഞെങ്കിൽ അനിവാര്യമായിരിക്കേണ്ട ഒരാൾ, അനിവാര്യനാണ്. വികസനത്തിന്റെ വസന്തം സമ്മാനിച്ച VS-ന്റെ ഭരണകാലം ഓർത്തെടുക്കുകയാണ് ചാലക്കുടിയുടെ മുൻ MLA BD ദേവസി. കൊരട്ടി വൈഗേ ത്രെഡ്സ് കമ്പനിയുടെ ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി ഇൻഫോ പാർക്ക് സ്ഥാപിച്ചതായിരുന്നു ഇതിൽ മുഖ്യം. VS-ന്റെ ഭരണകാലത്ത് ആരംഭിച്ച കിൻഫ്ര വ്യവസായ പാർക്കിലും 100 കണക്കിന് യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. വെട്ടുകടവ് പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കൽ, മലക്കപ്പാറ റോഡിന്റെ വികസനത്തിന് 30 കോടി രൂപ നൽകൽ, ടൂറിസം പദ്ധതികളുടെ സമഗ്രമായ വികസനം എന്നിവയും നടന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ പല ആദിവാസി ഉന്നതികളിലും വൈദ്യുതി എത്തിച്ചത് അക്കാലത്താണെന്നും BD ദേവസി പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചാലക്കുടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യമെടുക്കുകയും അത് നടപ്പാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ച കാര്യം ഓർക്കുകയാണ്. ചാലക്കുടിയിലെ വികസനത്തിൻ്റെ ഒരു വസന്തകാലമാണ് അന്ന് VS-ന്റെ ഭരണകാലത്ത് ചാലക്കുടിയിൽ സൃഷ്ടിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടിയിൽ ആരംഭിച്ച IT പാർക്കാണ്. മധുര കോട്ട്സിൻ്റെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം 30 ഏക്കർ ഏറ്റെടുത്തത് VS ഭരണത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. അവിടെ ഇന്ന് 30ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 2000ഓളം ജീവനക്കാരുണ്ട്. നിരവധി പേര് പരോക്ഷമായും ഇതിനെ ആശ്രയിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്.
VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കുന്നംകുളത്ത് CPM മൌന ജാഥ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവീസ്, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, സീതാ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മായന്നൂർക്കാർക്ക് ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. ഭാരതപ്പുഴയിൽ മായന്നൂരിൽ നിന്ന് 1 കിലോമീറ്ററോളം നീളമുള്ള ഭാരതപ്പുഴയുടെ കുറുകെ പാലം നിർമ്മാണം പൂർത്തീകരിച്ചത് VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. ചേലക്കര MLA ആയിരുന്ന K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പാലം നിർമ്മാണ വേളയിൽ ഓരോ ഘട്ടത്തിലും നിർമ്മാണ പുരോഗതി വേഗത്തിലാക്കുന്നതിൽ VS അച്യുതാനന്ദൻ ഒപ്പം നിന്നു. ഉദ്ഘാടനത്തിന് നേരിട്ടെത്തുകയും ചെയ്തു. VS അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയമാണ് ചിന്ത്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. 2006 നവംബർ 6 സ്കൂളിന്റെ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു VS എത്തിയത്. മുഖ്യമന്ത്രിയായതിനു ശേഷം തീരദേശ മേഖലയിൽ പങ്കെടുത്ത ആദ്യ ചടങ്ങുകൂടിയായിരുന്നു ഇത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാലയം വരവേറ്റത്. മികച്ച വിജയശതമാനം അന്നും സ്വന്തമാക്കിയിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് VS തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. 10 മിനിറ്റോളം നീണ്ട പ്രസംഗം ആവേശത്തോടെയാണ് നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത്. ഇനിയും ഉന്നത വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിയട്ടെയെന്ന് ആശംസിച്ചുകൊണ്ടാണ് VS വേദിയിൽ നിന്നും മടങ്ങിയത്. ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് കരാറായി. വിജയ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. റോഡിന്റെ ഗുരുതരാവസ്ഥയും കാന തകർന്നതിനാൽ വീടുകളിലേക്കും മുറ്റത്തേക്കും വെള്ളവും ചെളിയും കയറി ജനങ്ങൾ ദുരിതത്തിലാണെന്നും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ NK അക്ബർ MLA അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാനിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി കാന നിർമ്മിക്കുന്നതിന് 85 ലക്ഷം രൂപ അനുവദിച്ചത്. നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുമ സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AH അക്ബർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാനയുടെ സ്ലാബ് നിർമ്മാണം ആരംഭിച്ചതായും മഴയുടെ ഇടവേള നോക്കി കാന നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകി. റോഡ് നിർമ്മാണത്തിനായി 2.45 കോടി രൂപ അനുവദിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയതായും എത്രയും വേഗം റോഡിന്റെ നിർമ്മാണം നടത്തുമെന്നും ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു NK അക്ബർ MLA അറിയിച്ചു. TCV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി. 2 കൊമ്പന്മാർക്കും പരിക്കേറ്റു. കൊമ്പൻ വലിയ വിഷ്ണുവാണ് രാവിലെ 9ഓടെ ഇടഞ്ഞത്. മതപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണനെയാണ് കുത്തിയത്. മതപ്പാടിൽ ആനകൾക്ക് നൽകാനായി പട്ടയമായി പോവുകയായിരുന്ന കൊമ്പൻ വലിയ വിഷ്ണു മതപ്പാടിൽ തളച്ചിരുന്ന ഗോപികൃഷ്ണന് സമീപം എത്തിയ വിഷ്ണു പട്ട നിലത്തിട്ട ശേഷം ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാപ്പാന്മാർ വിഷ്ണുവിനെ തളച്ചത്. ഏതാനും ദിവസം മുമ്പാണ് വിഷ്ണുവിനെ മതപ്പാടിൽ നിന്ന് അഴിച്ചത്. 2 കൊമ്പന്മാർക്കും കൊമ്പിന് സമീപമാണ് പരിക്കേറ്റത്. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് വലിയ വിഷ്ണു. നേരത്തെ ആനത്താവളത്തിന് മുന്നിലെ ആനപ്രതിമ വിഷ്ണു തകർത്തിരുന്നു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. തളിക്കുളം ഹാഷ്മി നഗർ ഫത്തഹ് പള്ളിയുടെ സമീപം തിരുവാടത്ത് സുരേഷ് മകൻ 21 വയസ്സുള്ള സാനന്ദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ വലപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള അഷ്ടമിച്ചെറിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സ്വദേശി കോട്ടയ്ക്കകത്തുകാരൻ വീട്ടിൽ 63 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. അഷ്ടമിച്ചിറ ഭാഗത്തുനിന്ന് മാളയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ദേശീയപാത മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറി ആളപായം ഇല്ല. മൂന്നാർ സ്വദേശികളായ മൂവർ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൽ, ജ്യോതിഷ്, കാൽനട യാത്രക്കാരിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ശ്രീദേവി എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്ന് ചാട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡ് മുറിഞ്ഞ് കടക്കുകയായിരുന്ന സ്ത്രീയെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ശ്രീദേവിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ പോലീസുകാരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ. കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലാണ് വീടുകൾ ചോർന്നൊലിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഭൂഭവനരഹിതർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 2021 ഡിസംബർ 6-നാണ് തുറന്നു നൽകിയത്. ഇപ്പോൾ 30 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 10 വീടുകൾ അടഞ്ഞുകിടക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി 3 വർഷമായി. അതിനിടയ്ക്ക് പഞ്ചായത്തിന് അവിടുന്ന് ആൾക്കാരും വന്നിട്ടില്ല. ഇതുവരെ ഇവിടെ കുറേ വർക്കുകളുണ്ട് ചെയ്യാൻ. ഇങ്ങനെ ഇലക്ട്രിക് ലൈന്, സൈഡ് വെള്ളം പോകാനുള്ള ഇത്, അങ്ങനെയൊക്കെ. ഇതുണ്ട്, ഇലക്ട്രിസിറ്റീൻ്റെ ഇത് മാറ്റാൻ, ഇത് സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കാൻ, അങ്ങനെ കുറേ ഒരാളും തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഗവൺമെന്റ് നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബലക്ഷയം വന്ന തകർച്ചയുടെ വക്കിലെത്തി. അടച്ചിട്ട വീടുകളുടെ വാതിലുകൾ ചിതലെടുത്തു. കെയർ ഹോമിന്റെ തൊട്ടുമുന്നിലുള്ള KSEBിയുടെ ട്രാൻസ്ഫോമർ കാട് കയറി നിൽക്കുകയാണ്. തങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് അധികാരികളെ നിരന്തരമായി അറിയിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കല്ലേപ്പാടം കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് M. കൃഷ്ണകുമാർ ആരോപിച്ചു. ഒരു അപകടം വരുന്നതിന് മുമ്പ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഇതുവരെ വന്നിട്ടില്ല. MP രാജേഷിനും യുവർ പ്രദീപിനടക്കം നമ്മൾ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ട്. ഇന്നവരെയാണ് അന്വേഷിക്കാനോ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. വെള്ളക്കെട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് കാണുന്നത്. 4 പുറം അത്രയും ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഫ്ളാറ്റില് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. ആളില്ലാത്ത വീടുകളിൽ നിന്ന് മീറ്ററുകളും KSEB ഊരിമാറ്റിയിട്ടുണ്ട്. ഹോം കെയർ നിവാസികൾക്ക് ആവശ്യമായ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഭരണകർത്താക്കളോട് ഇവർക്കുള്ള അഭ്യർത്ഥന. TCV ന്യൂസ്, തിരുവില്ലാമല. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമാകില്ല. ഇനി ഇവിടം കളിക്കളമാണ്. കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം. പവർലൂം ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം ആയിട്ടുണ്ട്. മുൻ കൗൺസിലറും വാർഡ് വികസന സമിതി അംഗങ്ങളും കൂടി നഗരസഭയിലെ കണൽ ജീവനക്കാരും കൂടി വന്ന് അത് വൃത്തിയാക്കി ഒന്നില്ലെങ്കിൽ കളിസ്ഥലങ്ങളാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനാണ് ഈ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പവർലൂം പിന്നീട് നിന്നു പോവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് കാട് കയറി ഇവിടെ പരിസരവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവിടെ കളിക്കുവാനുള്ളൊരു കളിക്കളം ഉണ്ടാക്കുക, അല്ല എങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാം. 1 ഏക്കർ 4 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പവർലൂം വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ 1981 പ്രവർത്തനം ആരംഭിച്ച പവർലൂം ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു. പ്രവർത്തനം നിലച്ച പവർലൂം ഫാക്ടറിയും പരിസരവും കാട് കയറിയതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി. ഈയിടെയായി കുറുനരി, മലമ്പാമ്പ്, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും ഇവിടെ വന്നുകൂടിയിരുന്നു. പരിസരവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്ന കാട് പിടിച്ച സ്ഥലം ശുചീകരിച്ചത് ഇവിടുത്തുകാർക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ്. ഇവിടെ നിറച്ച് കാട് പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പന്നിയായാലും മുള്ളം പന്നിയായാലും അതുപോലെ തന്നെ പാമ്പുകളായിട്ടും ഒരിക്കലും ഇവിടെ നിന്ന് മലമ്പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട്. അത്രയും ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി തരുന്നുണ്ട്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമാണ്.
TCV കൊടുങ്ങല്ലൂർ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥൻ MP വർഗീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ച കേസിലാണ് നടപടി. രണ്ടാം പ്രതിയായ പുഴയ്ക്കൽ അമലാനഗർ സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഒന്നാം പ്രതി പാലയൂർ കറുപ്പം വീട്ടിൽ ഫവാദിനെ നേരത്തെ കോടതി 7 മാസം 15 ദിവസം തടവിന് ശിക്ഷിച്ചിരുന്നു. ഓട്ടോറിക്ഷ ഇടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. മറ്റത്തൂർ സ്വദേശി വിഷ്ണുവാണ് ഒളിവിൽ കഴിയുന്നതിനിടെ അറസ്റ്റിലായത്. അവിട്ടപ്പള്ളി സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ ദേവസിയാണ് അപകടത്തിൽ മരിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. അഴീക്കോട് ബീച്ചിൽ യുവാവിനെ കത്തിക്കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി അമീർ, അഴീക്കോട് സ്വദേശി അമ്രാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വെച്ച് അഹമ്മദ് ഹാബിൽ എന്ന യുവാവിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. എടക്കഴിയൂർ പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുതൽ പഞ്ചവടി കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തി, ഷൈൻ ശാന്തി, മുരുകൻ ശാന്തി എന്നിവർ ബലിയിടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ 1000 പേർക്ക് ഒരുമിച്ചിരുന്ന് ബലിയിടാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തുനിന്നും എത്തുന്ന ഭക്തർക്ക് താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുളിക്കാനുള്ള കുളവും ഷവർ ബാത്ത് ഉൾപ്പെടെയുള്ള സംവിധാനവും ഉണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 10,000 പേർക്ക് സൗജന്യ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് ദിലീപ് കുമാർ പാലപ്പെട്ടി, ജോയിന്റ് സെക്രട്ടറി KS ബാലൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വാക്കയിൽ വിശ്വനാഥൻ, വാസു തറയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് തയ്യാറെടുത്ത് തൃശൂർ പുഴയ്ക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടക വാവു ബലിതർപ്പണത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരേ സമയം 500-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തോട് ചേർന്ന് ഷവറോട് കൂടിയ പ്രത്യേക തർപ്പണക്കടവും സജ്ജമാണ്. ബലിതർപ്പണത്തിനായി എത്തുന്നവരുടെ സൗകര്യാർത്ഥം ക്ഷേത്രം ഹാളിന് പുറമെ ചടങ്ങുകൾക്കായി പ്രത്യേക പന്തലും നിർമ്മിച്ചിട്ടുണ്ട്. നിരവധി കാർമ്മികരുടെ നേതൃത്വത്തിൽ വാവുബലി ദിനത്തിൽ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ബലിതർപ്പണത്തിന് വരുന്നവർക്ക് ക്ഷേത്രത്തിന് സമീപത്തായി അതിവിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും വാഹന ഡ്രൈവർമാർക്കും മറ്റും പ്രഭാത ഭക്ഷണവും സംഘാടകർ ഒരുക്കും. ഇത്തരത്തിൽ മുൻകാലങ്ങളിൽ എന്ന പോലെ ബലിതർപ്പണത്തിനായുള്ള മികച്ച ഒരുക്കങ്ങളും ക്ഷേത്രത്തിലെത്തുന്നവർക്കുള്ള വിപുലമായ സൗകര്യങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് MV രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബലിതർപ്പണത്തിന് നേരിട്ടെത്തിയും മുൻകൂറായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. www.bookseva.com എന്ന വെബ്സൈറ്റിലൂടെയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുക. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് മണത്തലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണത്തല സ്കൂളിന് മുൻവശത്ത് അടിപ്പാത വേണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് ആശങ്ക അറിയിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫൈസൽ കാനാമ്പുള്ളി, KV അലിക്കുട്ടി, PK ഷമീർ, ഷിഹാബ് മണത്തല, അശോകൻ തേർലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ചൂണ്ടലിൽ വയോധികയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴയ്ക്കൽ അമ്പക്കാട് സ്വദേശിനി കുരിയാക്കോട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 63 വയസ്സുള്ള രമണിയാണ് മരിച്ചത്. ചൂണ്ടൽ ചിരപ്പറമ്പിലുള്ള ചേച്ചിയുടെ മകന്റെ വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. വീടിന്റെ രണ്ടാമത്തെ നിലയിൽ ജനൽ കമ്പിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച പിതൃസ്മൃതി ദിനാചരണവും പുരസ്കാര സമർപ്പണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് രുക്മിണി റീജൻസിയിൽ നടക്കുന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര റിഫായി ജുമാ മസ്ജിദ് 25ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് പോസ്റ്റർ പ്രകാശനം നടന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 25 പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന സംഗമം സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി നടക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇബ്രാഹിം ചിറയിൽ, മഹല്ല് പ്രസിഡന്റ് ഉബൈദ് പൂവക്കാട്ട്, സെക്രട്ടറി ഷബീർ അലി മൂച്ചിക്കാടൻ എന്നിവർ അറിയിച്ചു. അന്തിക്കാട് കുടുംബക്ഷേത്രത്തിൽ മോഷണം. അന്തിക്കാട്ടുപറമ്പിൽ രുദ്രമഹാകാളി ഗുരുമുത്തപ്പൻ വിഷ്ണുമായ കുടുംബക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. ഏതാനും ദിവസം മുമ്പ് അന്തിക്കാട് മണലൂർ മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിരുന്നു. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഗീത പകർന്നു നൽകിയ ഗീതങ്ങൾ ചിട്ടയോടെ പഠിച്ച 59 പേർ കണ്ണന് മുന്നിൽ അരങ്ങേറ്റം നടത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന അഷ്ടപതിയാർച്ചന ആസ്വാദകരുടെ കണ്ണിനും കാതിനും കുളിരായി. ജന്മന ഇരുകണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ഗീതാമണിയുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചവരാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിച്ചത്. പരിമിതികളെ മറികടക്കാൻ ഗീത കണ്ടെത്തിയ വഴിയാണ് സംഗീതം. SN കോളേജിൽ നിന്ന് MA മ്യൂസിക് പാസ്സായി. ഇതോടെ ശാസ്ത്രീയ സംഗീതം വീട്ടിലിരുന്നും ഓൺലൈനായും പഠിപ്പിക്കാൻ തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ശശി നമ്പൂതിരിയാണ് അഷ്ടപതിയിലേക്ക് ചുവടുമാറാൻ പ്രേരണയായത്. അങ്ങനെ ഓൺലൈനിലൂടെ അഷ്ടപതി അഭ്യസിച്ചു. പഠിച്ച പാഠഭാഗങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ ഇവർ തയ്യാറായി. ഓൺലൈൻ ക്ലാസ്സിലൂടെ സൗദി അറേബ്യ, ദുബായ്, ബഹ്റിൻ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ വരെ ശിഷ്യഗണങ്ങളായി എത്തി. പഠനം പൂർത്തിയായ 29 പേർ കഴിഞ്ഞ ദിവസം അരങ്ങേറ്റം കുറിച്ചിരുന്നു. തുടർന്നുള്ള 59 പേരാണ് 2 വിഭാഗങ്ങളിലായി 3 മണിക്കൂർ നീണ്ട അരങ്ങേറ്റത്തിൽ പങ്കെടുത്തത്. 15 മുതൽ 70 വയസ്സുള്ളവർ വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. കാഴ്ചപരിമിതിയുള്ള സഹോദരൻ RLV അഷ്ടമൻ പിള്ള ഇടക്കാവാദനത്തിലൂടെ അരങ്ങേറ്റത്തിനും കൊഴുപ്പേകി. TCV ഗുരുവായൂർ. നെല്ലായി പന്തല്ലൂർ ശ്രീ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടകവാവ് പിതൃബലി തർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെ 3:45-ന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ബലിതർപ്പണ മണ്ഡപത്തിലേക്ക് ദീപം എഴുന്നള്ളിക്കും. തുടർന്ന് 4 മുതൽ 9 വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് രാമചന്ദ്രൻ ഇളയത്, ശിവൻ ശാന്തികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പിതൃബലി തർപ്പണമുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുറം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, ശശി കല്ലുംപുറം, സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഞായറാഴ്ച നടക്കും. രാവിലെ 8-ന് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് ഗണപതി പൂജയോടെയാണ് ഇല്ലം നിറയുടെ ചടങ്ങുകൾ ആരംഭിക്കുക. കുത്തുവിളക്കിന്റെയും മണിനാദത്തിന്റെയും ശംഖനാദത്തിന്റെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മേൽശാന്തിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി ക്ഷേത്രമതിൽക്കകത്ത് പ്രദക്ഷിണം വെച്ച് കതിരുകളെ ചുറ്റിനകത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്ത് കതിർക്കറ്റകളെ നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിക്കും. ലക്ഷ്മി പൂജ പൂർത്തിയാക്കിയ ശേഷം പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിക്കും. ക്ഷേത്ര പത്തായപ്പുരയിലും നെല്ലറയിലും മറ്റും കതിരുകൾ സമർപ്പിച്ചതിന് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകും. ക്ഷേത്രം മേൽശാന്തിമാരായ കുറ്റമ്പള്ളി പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ ഇല്ലം നിറയ്ക്ക് നേതൃത്വം നൽകും. വെളപ്പായ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 4 മുതൽ ആരംഭിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മേമ്പിള്ളി ഇല്ലത്തിലെ മുരളീധരൻ ഇളയത് കാർമ്മികത്വം വഹിക്കും. പിതൃതർപ്പണത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഭാരവാഹികളായ C. കൃഷ്ണകുമാർ, PC ബാലൻ, K. ചന്ദ്രശേഖർ,
KV ബിജു, ജയൻ പാണ്ടിയടത്ത്, മോഹനൻ കുട്ടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോടതിയിൽ കീഴടങ്ങിയ കത്തിക്കുത്ത് കേസിലെ മുഖ്യപ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഓണക്കാലത്ത് കാക്കശ്ശേരിയിൽ നടന്ന വടംവലി മത്സരത്തിനിടെ ഉണ്ടായ കത്തിക്കുത്ത് കേസിലെ മുഖ്യപ്രതി നരിയാമ്പുള്ളി ഗോകുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. സംഭവത്തിന് ശേഷം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ പോയ ഗോകുൽ വിവിധ സ്ഥലങ്ങളിലായി മാറി താമസിച്ചു വരികയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് 10,000-ങ്ങൾ. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. ചാവക്കാട് ഒരുമനയൂർ ദേശീയപാത ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് കരാറായി. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തി. ഇരുകൊമ്പന്മാർക്കും പരിക്ക്. ജില്ലയിൽ 2 ഇടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 2 മരണം. തളിക്കുളത്ത് ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മാള അഷ്ടമിച്ചേരിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പഴയന്നൂർ പഞ്ചായത്തിലെ കെയർ ഹോം നാശത്തിന്റെ വക്കിൽ. കല്ലേപ്പാടത്ത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ കെയർ ഹോമിലെ വീടുകൾ ചോർന്നൊലിക്കുന്നു. കൊടുങ്ങല്ലൂർ മേത്തലയിലെ കാട് പിടിച്ച പവർലൂം വളപ്പിന് ശാപമോക്ഷം. സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായിരുന്ന പറമ്പ് കളിക്കളമാക്കി മാറ്റി പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.